ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കാർട്ടൂണാണെന്ന് വെച്ചാൽ കാർട്ടൂണല്ല. ഒരു ഒരാൾ ഒരു 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 ഒരാളിങ്ങനെ നിൽക്കണ ഒരു ഇതാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒറിജിനലല്ല, ഒരു പോലത്തെ ഇപ്പോൾ പുതിയ ട്രെൻഡിങ് ആണല്ലോ മോഡൽ കുറേ ഇത്. അപ്പോൾ അതേപോലത്തെ ഒരു പടമാണ് ഞാനിങ്ങനെ ഇന്നിപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് സെറ്റാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, കുറച്ച് കാലത്തെ ആഗ്രഹമായിരുന്നു കാർട്ടൂൺ ഒക്കെ സെറ്റാക്കണമെന്ന്, വരയ്ക്കണമെന്ന്. ഇപ്പോൾ കാർട്ടൂണായിട്ട് പറയാൻ പറ്റില്ല, ജസ്റ്റ് നമ്മുടെ ഒരു ഇതാണ്, എന്താ പറയുക, ഒറിജിനാലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു ഒറിജിനാലിറ്റി. പിക്ചർ അങ്ങനത്തെ ഒരു പിക്ചറാണ്. ഞാൻ ഇതിൽ എന്തായാലും ഇടുമല്ലോ, എന്താ പറയുക, തംബ്നെയിലുണ്ടാവും. പിന്നെ നമ്മൾ കഴിവതും എന്താ പറയുക, നമ്മൾ ഈ കാർട്ടൂണുകളൊക്കെ ഇടയ്ക്ക് വരയ്ക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഒരു എന്താ പറയുക, ഡ്രോയിങ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഷേപ്പ്ലെസ് എപ്പോഴും കാർട്ടൂണാണ്. പിന്നെ എപ്പോഴും സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യുന്നത്, ഒരു സിമ്പിളായിട്ട് വരയ്ക്കണം എന്നുള്ള ഒരു മെത്തേഡ് കീപ്പ് ചെയ്യണത് കാർട്ടൂൺസിലാണ്. അപ്പോൾ നമ്മൾ അത് ചെറുതായിട്ട് എപ്പോഴും വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, ഒന്നാമത്തെ കാര്യം നമ്മൾ ഏകദേശം അത് ട്രേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ നമ്മൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പിക്ചേഴ്സ് എടുത്ത് വരയ്ക്കണം എന്നുള്ളൊരു മൈൻഡ് വരും. നമ്മൾ എന്താ പറയുക, ഞാൻ ബിഗിനേഴ്സിൻ്റെ കാര്യം കേട്ടോ സംസാരിക്കുന്നത്, എക്സ്പേർട്സിൻ്റെ അല്ല. നമ്മൾ എപ്പോഴും എന്താ പറയുക, കുറച്ചും കൂടി കംഫർട്ടായിരിക്കും ആദ്യം കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരച്ചിട്ട്. എൻ്റെ ചാനലിൽ തന്നെ ആദ്യം കുറേ കാർട്ടൂണുകളാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പതുക്കെ പോർട്രേറ്റിലേക്കും പിന്നെ ഇനിയിപ്പോൾ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിക്കണം. പിന്നെ അത് വാട്ടർ കളർ ടച്ച് ചെയ്ത് ഇങ്ങനെ ഈ ചാനൽ മുഴുവൻ ഞാൻ ഡ്രോയിങ് ആക്കാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇടയ്ക്ക് കുറേ ഷോർട്സുകളൊക്കെ ഉണ്ട് എൻ്റെ ഇതിൽ കേട്ടോ, അതായത് പാട്ടുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പതുക്കെ അങ്ങോട്ട് എന്താ പറയുക, അങ്ങനത്തെ അതിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഡ്രോയിങ് ചാനൽ മാത്രം ആക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റർടൈൻമെൻ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. ഞാൻ പറഞ്ഞ ഡ്രോയിങ് നമ്മൾ വരയ്ക്കുന്ന ആൾക്കാർ കാണുമ്പോൾ ഓക്കെ, നമ്മുടെ കുറച്ച് എക്സ്പീരിയൻസ് അവരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ നമ്മൾ അങ്ങനത്തെ ചാനൽ ഫോക്കസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് നോളജ്, അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്നും കുറേ പഠിക്കും. അത് നല്ലതിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു റഫായിട്ടുള്ളൊരു ഒരാളിങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ, അത്രേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ നോക്കി ചിരിക്കുന്ന ഒരു പൊസിഷനാണ്. പിന്നെ ഞാനിങ്ങനെ അടുത്തത് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് നടന്മാർ ഓരോ പൊസിഷനിൽ നിൽക്കുന്നത്, ഇപ്പോൾ ബൈക്ക് ഓടിക്കണത്, കാർ ഓടിക്കണത്, അതുകൂടാതെ തന്നെ എന്താ പറയുക, വേറൊരു മെറ്റീരിയൽ തിങ്, എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പടങ്ങൾ ഞാൻ ആദ്യം വരച്ചുകൊണ്ടെന്ന് വെച്ചത് വെറും പോർട്രേറ്റ് പോലെ അല്ലെങ്കിൽ മുഖങ്ങൾ ട്രേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ചും കൂടി സ്റ്റാൻഡിങ് പൊസിഷൻ, ഇപ്പോൾ ഞാൻ വരക്കുന്നത് സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത്, പിന്നെ ഓടാൻ നോക്കുന്നത്, പിന്നെ കംഫർട്ടായിട്ട് ഇരിക്കുന്നത്, അങ്ങനെ പല ഓരോ പോസുകൾ ഉണ്ടാവില്ലേ, ആ പോസുകൾ വരയ്ക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഞാൻ ആദ്യം മുതലേ പറയുന്ന പോലെ ഫോക്കസ് ഓൺ യുവർ ഡ്രോയിങ് അല്ലെങ്കിൽ പ്രാക്ടീസസ് എന്ന് പറയാം. ഡ്രോയിങ്ങിനേക്കാൾ കുറച്ചും നല്ലത് പ്രാക്ടീസിങ് എന്നാണ് ഞാൻ പറയേണ്ടത് ശരിക്കും പറഞ്ഞല്ലേ. പ്രാക്ടീസിങ് കണ്ടവാനാണെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് പെർഫെക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഒരു കളർ കൊടുക്കാൻ നിൽക്കും. പിക്ചേഴ്സിനൊക്കെ കുറച്ച് പെൻസിൽ ഡ്രോയിങ് അല്ലേ, ഇനി കുറച്ച് കളർ കൊടുക്കാൻ നിൽക്കും. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വാട്ടർ കളറ്. ഇപ്പോൾ ഏതായാലും ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്, 3 leg സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വെച്ചിട്ട് കംഫർട്ടായിട്ടൊന്ന് ഡ്രോ ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ വിചാരിക്കണത്.
പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു മുടികളൊക്കെ ഇരുന്ന് വെച്ചാൽ അല്ലേ? പണ്ടത്തെ കാർട്ടൂണിലെ മുടികളൊക്കെ ഇപ്പോഴത്തെ കാർട്ടൂണിലെ മുടികൾ എന്ന് പറഞ്ഞാൽ എല്ലാം സ്റ്റൈലിഷാണ് അല്ലേ? ശരിയാണ്, എനിക്ക് തോന്നിയേക്കണേ മിക്ക കാർട്ടൂണിലും മുടികൾ ഭയങ്കര ബൾക്കായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു നായകന്മാർ അല്ലെങ്കിൽ പിള്ളേരുടെ കാർട്ടൂണാണ് കൂടുതലിപ്പോൾ നടക്കുന്നത്. നല്ലതാണ്, കുറച്ചും കൂടി ഒരു ഫേസിന് കുറച്ചും കൂടി ഒരു ഇത് വരും. എന്താ പറയുക, പണ്ടത്തെ ഒരു 2Dനേക്കാൾ അപേക്ഷിച്ച് കുറച്ചും കൂടി ഇതാകും. 2D വേറൊരു മെത്തേഡാണ്, മറ്റേ ഇത് വേറൊരു ഇതാണ്. ഇത് 2D ആണെങ്കിൽ പോലും കുറച്ചും കൂടി ഫേസും ഇതൊക്കെ കുറച്ച് ക്ലിയർ ആയിരിക്കും. ഫേസ്, അവരുടെ സ്ട്രക്ചർ ഒക്കെ. പിന്നെ എനിക്ക് ലാൻഡ്സ്കേപ്പ് വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലാൻഡ്സ്കേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഗ്രീനി ലാൻഡ്സ്കേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ ഈ കുറേ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയിൽ കൂടി ഇങ്ങനെ ഒരു വഴികൾ പോണ അങ്ങനത്തെയൊക്കെ കുറേ ഡ്രോയിങ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കാണുമ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അല്ലേ അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് അങ്ങനെ വരും. അങ്ങനത്തെ ഒരു ചിന്തയിൽ നിൽക്കുന്ന ഒരാളാണ്, അങ്ങനത്തെ ടീമാണ്. പിന്നെ നമ്മുടെയൊക്കെ ഭാവന ഓരോ ആൾക്കാരുടെ ഭാവനകളാണല്ലോ അല്ലേ? അങ്ങനെ ഇങ്ങനെ ഉള്ളിൽ പോകണം, അതൊക്കെ ഓരോ വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവമാണ്. നമ്മൾ ഏകദേശം സ്ട്രക്ചർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഡാർക്ക് ആക്കണം, കുറച്ച് സ്ഥലത്ത് ലൈറ്റ് വരുന്ന സ്ഥലത്ത് ഡാർക്ക് ആക്കണം, അങ്ങനെ. ഇതിൽ ചെറിയ ചെറിയ ഇത് വരാം, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പിക്ചർ എടുത്ത് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അല്ലേ, ഞാൻ അത്ര അങ്ങോട്ട് ഇതല്ല. എന്നാലും ഞാൻ പറഞ്ഞ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നണേ. നമ്മുടെ ഇത് നിർത്താതെ നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ എന്താ പറയുക, നമ്മൾ കുറേ കൂടി പെർഫെക്ഷൻ കറക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നിർത്താതെ നമ്മളെ ഇത് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഇത് മെത്തേഡുകളൊക്കെ ഓരോരുത്തർ വരയ്ക്കുമ്പോൾ അവരുടേതായ ഒരു സ്റ്റൈല് ഓട്ടോമാറ്റിക്ക് കയറി വരും. അതാണ് അങ്ങനെ ഞാൻ വിശ്വസിക്കണം കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വേറൊരു പുള്ളി വരയ്ക്കുമ്പോൾ ആ പുള്ളിയുടേതായ ഒരു എന്തെങ്കിലും ഒരു ടച്ചോ എന്തെങ്കിലും ഒരു ഇത് അതിൽ വരും. അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനി വരയ്ക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ കാണുന്നത് പെയറായിട്ട് വരയ്ക്കാനൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു പെയറായിട്ട് വരയ്ക്കുക കഴിഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഏകദേശം ഫൈൻഡപ്പ് ഇത് ചെയ്ത് ഫൈനൽ ടച്ചാണത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. We'll be back with another video. Okay, thank you.